ലെവലായിരിക്കും. ഉണ്ണിയും വേറെ ലെവലാണ്. ഓക്കെ, അടുത്ത ആരാണ്? ഈ സഫാരി ചാനൽ സഞ്ചാരം എന്ന പ്രോഗ്രാമിന്റെ വോയിസ് ഓവർ. ഈ സഫാരി ചാനലിലെ സഞ്ചാരത്തിന്റെ വോയിസ് ഓവർ എന്ന് പറഞ്ഞാൽ ചിലർക്കൊന്നും മനസ്സിലായില്ല, പക്ഷേ ഈ ശബ്ദം കേൾക്കുമ്പോൾ മനസ്സിലാവും. കേൾക്കാം, സഫാരി ചാനൽ സഞ്ചാരത്തിന്റെ വോയിസ് ഓവർ. ലോക സഞ്ചാരം കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിലേക്ക് മടങ്ങുന്ന വഴി മെസ്സപ്പെട്ട തലസ്ഥാനമായ ഉസ്ബെക്കിസ്ഥാനിലൂടെയായിരുന്നു ഞങ്ങളുടെ യാത്ര. ഞങ്ങളുടെ ഡ്രൈവർ ഫ്രെഡി ആൾ രസികനായിരുന്നു. യാത്രയിലുടനീളം ഫ്രെഡി ഇംഗ്ലീഷിൽ എന്നോട് തമാശകൾ പറഞ്ഞ് എന്നെ രസിപ്പിച്ചുകൊണ്ടേയിരുന്നു. നാട്ടിലെത്തി അവളുള്ളവരോട് ചോദിച്ചപ്പോഴാണ് ഫ്രെഡി ഇംഗ്ലീഷിൽ തള്ളാക്ക് വിളിക്കുന്നത് എനിക്ക് മനസ്സിലായത്. സഞ്ചാരത്തിന് ഏതൊക്കെ വേണ്ടി പൂർണ്ണമാകുന്നു. അടുത്ത ഈ പി സി ജോർജ് സാറിനെ. പി സി ജോർജ് സാർ രാഷ്ട്രീയത്തിൽ നിന്നാണ്. രാഷ്ട്രീയവൽക്കരിക്കരുത്, കലാകാരന്മാർക്ക് രാഷ്ട്രീയമല്ല, ഒരു എന്റർടൈൻമെന്റ് ഭാഗമായിട്ട് കണ്ടാൽ മതി. കേൾക്കാം, പി സി ജോർജ് സാർ. അപ്പൊ ഏതൊരു പൊതുപരിപാടിക്ക് വിളിച്ചാലും ഇപ്പൊ അദ്ദേഹം പോകത്തില്ലെന്ന് രൂക്ഷ വിമർശനം അദ്ദേഹം നേരിടുന്നുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ ഉത്സവമാണെന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചപ്പോ ആദ്യം വരത്തില്ലെന്ന് പറഞ്ഞു, ഒരുപാട് നിർബന്ധിച്ചപ്പോ അദ്ദേഹം വന്നിട്ടുണ്ട്. ശരി, അപ്പൊ നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കുന്നേ നമുക്ക് അദ്ദേഹത്തെ ക്ഷണിക്കാം. നമസ്കാരം സാർ. നമസ്കാരവും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ. അതെ, ഞാനിവിടെ വരത്തില്ലാതെ ഏതൊരാണ് പറഞ്ഞത്? ആ പറഞ്ഞവന്റെ തത്തയായിരിക്കും പറഞ്ഞു, ഞാനല്ല. ഞാൻ വളരെ ബാലപരതയിൽ ജീവിക്കുന്ന ഒരാളാ. എന്റെ കരുവാരത്തൊക്കെ ഇവിടെ കുറെ തരമുണ്ട്. അല്ല, ഇവിടെ ഇത്ര ആൾക്കാർ കൊണ്ടുള്ളൂ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ഇങ്ങനെ ഒരു ചെറ്റവർത്താനം പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്തെങ്കിലും ഞാൻ ദോഷമായിട്ട് സംസാരിച്ച് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാനേ കുടുംബത്തിൽ പറഞ്ഞവരാ. എന്നിട്ടാണ് ഈ തെറ്റുകളെ ചെറ്റവർത്താനം പറഞ്ഞത്. ഇവരേക്ക് പുളിച്ച പെരുമായിരിക്കും വിളിച്ചു പറയുന്നത്. അദ്ദേഹം മക്കൾ ഇവിടുത്തെ വിജയ് സേതുപതി. വിജയ് സേതുപതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കലാഭവൻമണി പോലെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ തമിഴ്നാട്ടിൽ നടത്തുന്ന കലാകാരനാണ് വിജയ് സേതുപതി. കേൾക്കാം, വിജയ് സേതുപതി. ഇഷ്ടപ്പെടുന്നത് നല്ല കൈഡിയാണ് കേട്ടോ. കൈഡി ചേർന്ന് ഓക്കെ, കേൾക്കാം, விஜய் சேதுபதி. என்ன சொல்றது, ஒருத்தனை கொல்லான்னு கூப்பிட்டு உட்கார வச்சு அவனுக்கு டீ கொடுத்து ஐயா சாமி நான் கொல்ல போறேன்னு கேட்கிற ஒரு ஆள் நின்றாங்க. அதுக்கு விளையாண்டுகிட்டு நீங்க எல்லாம் பெரிய மனுஷனே உன்னை கொடுத்துட்டு 4 கிழமை பார்த்து காட்டணும்னு சொல்லும். உனக்கு நான் 2 நிமிஷம் தருகிறேன், ஒரு ஜாட கொண்டுட்டு உன்னை காப்பாற்று. ഓക്കെ, സഞ്ജു സാംസൺ. സഞ്ജു സാംസൺ നമ്മുടെ കേരളത്തിന്റെ അഭിമാനം, യങ് ക്രിക്കറ്റർ, രാജസ്ഥാൻ റോയൽസിന്റെ നെടുന്തൂണ്. ഓക്കെ, സഞ്ജു സാംസൺ. ടെൻഷൻ ഉണ്ടാവണം ചേട്ടാ. സത്യം പറഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കുമ്പോൾ സാധാരണ മാച്ച് കളിക്കുന്നില്ല. അത്രയും നാളെ കണ്ട സ്വപ്നം വെള്ളാവുന്നത്. പിന്നെ ഒരുപാട് സന്തോഷം കേട്ടോ. സഞ്ജു മനെ വിരാട് കോഹ്ലിയൊക്കെ കാണാൻ പറ്റി. ഒരുപാട് സന്തോഷം. താങ്ക് യു കേട്ടോ. സത്യം പറഞ്ഞാൽ ബോൾ നോക്കല്ലേ കേട്ടോ, ബോൾ നോക്കി വലിച്ചു വരെ കളിക്കാനോ. അങ്ങനെ വലിച്ചു വരായിട്ട് കഴിഞ്ഞ അമ്മ വലിച്ചെടുത്തു അറിഞ്ഞോ? ശരി, അത് തന്നെ കൈയടിക്കണം. ഞാൻ പറഞ്ഞു, ഉണ്ണിക്ക് നമ്മളാരെയും കാണാൻ പറ്റില്ല, നമുക്ക് മാത്രമേ കാണാൻ പറ്റൂ. അടുത്ത ഉണ്ണി. ഈ കോമഡി ഉത്സവത്തിൽ ജയിച്ചിട്ടുള്ള ടിനിറ്റോ. കേൾക്കാം. കൊച്ചിട്ടുള്ള സംഭവം അനുകരിക്കുന്ന വെച്ചാൽ വളരെ കഷ്ടമുള്ള കാര്യമൊന്നും അത് നിങ്ങൾ ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കൊടുക്കുന്നത് പ്രതിസന്ധികളെ തരണം ചെയ്യുന്നത് യഥാർത്ഥ കലാകാരൻ. നിങ്ങൾക്ക് എല്ലാവരുടെ ഭാവങ്ങളും കരുതും. നിങ്ങൾക്ക് ഞാൻ തരുന്നു 40-37 മാർക്ക്. ചേട്ടൻ പറഞ്ഞത് വളരെ ശരിയാണ്. പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതാണ് യഥാർത്ഥ കലാകാരൻ. ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്താണ് ഉണ്ണി ഇന്ത്യ കയറിയിരിക്കുന്നത്, അല്ലേ ഉണ്ണി? ഓക്കെ, ഉണ്ണി അടുത്തവരാണ്. ബേസിൽ ജോസഫ്. ബേസിൽ ജോസഫിനെ അങ്ങനെ അധികം ആരും വേദിയിൽ അനുകരിച്ച് കണ്ടിട്ടില്ല. ഈ അടുത്ത പൊന്മാൻ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി ബേസിൽ ഫ്ലവേഴ്സ് ചാനലിൽ വന്നപ്പോ ഉണ്ണിയെ ഫ്ലവേഴ്സ് ചാനലിൽ നിന്ന് ഗസ്റ്റായിട്ട് വിളിച്ച് ബേസലിനെ തൊട്ടടുത്ത് നിർത്തിക്കൊണ്ട് ഉണ്ണി ബേസലിനെ അനുകരിച്ചു, അല്ലേ ഉണ്ണി? അപ്പൊ നമുക്ക് കേൾക്കാം, ബേസിൽ ജോസഫ്. നിങ്ങളുടെയും ഭർത്താവുമാരി ഡൈവോഴ്സ് ചെയ്ത് ഭർത്താവ് സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ടോ? ഭാര്യമാരെ ഹാപ്പി ആയിരിക്കും. എന്താ പറയുക, പെണ്ണുങ്ങൾ കൊട്ടേക്ക് ജീവിക്കാൻ പറ്റും. പക്ഷെ നമുക്ക് പറ്റില്ല, നമുക്ക് അവിടെ ഇല്ലാതെ പറ്റില്ല. നീനോട് ചവിട്ടോട്ടെന്ന് വെച്ച് നീ ഒരു ആളാകില്ല വെച്ചാ നിനക്കെന്നെ അടിക്കണോ? എന്നെ അടി ഇവിടെ കിടന്ന് ഉള്ളുവേ പെണ്ണായിക്കൊണ്ടാണ് ഞാൻ മൂക്കാമണ്ടായിരിക്കാൻ പറ്റി. ഓക്കെ, അടുത്തവരാണ്. പൃഥ്വിരാജ്. അദ്ദേഹത്തിന്റെ ജനഗണമന എന്ന മൂവില് ഒരു തൈലം പോലെ. പൃഥ്വിരാജിന്റെ നമ്മള് സ്പോട്ടപ്പിക്കായിരുന്നു. പക്ഷെ സ്പോട്ടപ്പിക്ക് സാധാ വോയിസ് ആണ്. ഇപ്പോ ജനഗണമന സിനിമയ്ക്ക് ഒരു ഡെപ്ത് വോയിസ് ആണ് പൃഥ്വിരാജ് ചെയ്തിരിക്കുന്നത്. കേൾക്കാം, ജനഗണമന സിനിമയിലെ ആ ഡെപ്ത് വോയിസ് പൃഥ്വിരാജിന്റെ. കേൾക്കാം. ഒരു പട്ടിയെ കൊന്നാൽ ചോദിക്കാൻ മനസ്സുള്ള രാജ്യത്ത് ഒരു മനുഷ്യനെ കൊന്നാൽ ചോദിക്കാൻ ഒരു പട്ടിയും വരില്ല എന്ന വിശ്വാസം എവിടെ നിന്ന് വന്നു? ആ വിശ്വാസമാണ്, ആ ധൈര്യമാണ് ഈ നാട്ടിലെ രാഷ്ട്രീയം. ചോദ്യം ചോദിക്കുന്നവരെ നിശബ്ദാക്കുന്നവരുടെ രാഷ്ട്രീയം, വിരൽ ചൂണ്ടതിന്റെ കയ്യിൽ വിലങ്ങ് വെക്കുന്ന രാഷ്ട്രീയം. പക്ഷെ എത്ര നിശബ്ദനാക്കിയാലും ഏത് തുറുങ്കിലടച്ചാലും ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും. ഉത്തരം തന്നേ പറ്റൂ. കാരണം ഈ രാജ്യം ഒരു തന്നെയും തന്റെ വകയല്ല, ഇത് നമ്മുടെ രാജ്യമാണ്, നമ്മുടെ. ഓക്കെ, അടുത്തവരാണ്. വില്ലേജ് ഫുഡ് ചാനൽ എന്ന യൂട്യൂബ് ചാനലിന്റെ ഓണറായിട്ടുള്ള ശ്രീ ഫിറോസ് ചുറ്റിപ്പാറ. സ്ത്രീജനൊക്കെ അറിയാമായിരിക്കും. കേൾക്കാം, ഫിറോസ് ചുറ്റിപ്പാറ. അപ്പൊ നമ്മുടെ എന്താ പറയുന്നത് കുട്ടിയാണ് കാക്കട്ടിയാണ്. അപ്പൊ രതീഷ് അത് ഓടിച്ചിട്ട് പിടിച്ചിട്ട് പോളീസ് സാധനം നല്ല ടേസ്റ്റ് ഉണ്ട്. രതീഷ് എങ്ങനെയുണ്ട്? ഓക്കെ, അടുത്തവരാണ്. ഈ ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റേഷൻ ബീറ്റ് ബോക്സിംഗ് എന്താണ് ചെയ്യുന്നത്? അല്ലു അർജുന്റെ 101 മൂവിൽ ബീജി അവതരിപ്പിക്കും. അല്ലു അർജുന്റെ 101 സിനിമയിൽ ബീജം ഉണ്ട്. സ്വന്തം കണ്ണനാണ് കൊണ്ട് അനുകരിക്കാൻ പോവുകയാണ്. നല്ലതാണെങ്കിൽ നല്ല കൈ കൊടുക്കണം. കേൾക്കാം, 102 ബീജി.
നമുക്കിടെ ഭീഷ്മ ഓരോന്ന് മുമ്പിലെ ചാമ്പിക്കോ എന്നുള്ള എല്ലാവർക്കും മുന്നോടിയായിട്ടുള്ള ആ ഒരു ബീജം. ഈ ബീഷോറോ സിനിമയിലെ ചാമ്പിക്കുന്ന ഡയലോഗിന്റെ ബാക്കിൽ വരുന്ന ബീജിയം ഉണ്ട്. അതാണ് ഉണ്ണി ഇപ്പോൾ ഇവിടെ അനുകരിക്കാൻ പോകുന്നത്. കേൾക്കാം ബീഷോറോ സിനിമയിലെ ബീജി. ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? ഈ വ്യത്യസ്തമായ 3 ഇൻസ്ട്രുമെന്റുകളുടെ ശബ്ദം ഒരേ സമയത്ത് ചെയ്യും. 3 ശബ്ദങ്ങൾ ഒരേ സമയം. ആദ്യം 2 3. ഈ 3 ശബ്ദങ്ങളും ഒരേ സമയം. ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇതിനൊരു അടച്ചു മൂടി ഒരു കാറിനകത്ത് നമ്മൾ പാട്ട് പുറത്തു നിന്ന് കേൾക്കുമ്പോഴും അകത്ത് നിന്ന് കേൾക്കുമ്പോഴുള്ള ശബ്ദ വ്യത്യാസം. അതായത് കാറിനകത്ത് പാട്ടിട്ട് നമ്മുടെ ഗ്ലാസ് എല്ലാം പിടിച്ചിട്ട് അകത്തിരിക്കുമ്പോൾ ഒരു ശബ്ദമായിരിക്കും, പുറത്ത് നിൽക്കുന്നവർക്ക് കേൾക്കുന്നത് ബേസ് ശബ്ദമായിരിക്കും. ആദ്യം ഇപ്പൊ ഇവിടെ ഏതാണ് ചെയ്യാൻ പോകുന്നത്? അത് നമുക്ക് കാറിനകത്തിരിക്കുമ്പോൾ എങ്ങനെ കേൾക്കാൻ നോക്കാം. ശരി. വീട്ടകത്ത് എങ്ങനെയുണ്ടായിരുന്നു ഉണ്ണിയുടെ പെർഫോമൻസ്? അപ്പൊ ഇനി ഒരാളെ കൂടി പരിചയപ്പെടുത്താനുണ്ട്. നമ്മുടെ പ്രോഗ്രാമിൽ ഉണ്ണിയെ കൊണ്ടുവരുന്ന കണ്ണന് കൃഷ്ണമണി പോലെ ഒരു പളക്ക് പാത്രം പോലെ കൊണ്ടുവരുന്ന അച്ഛനുണ്ട്. അച്ഛനെ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താതിരിക്കാൻ നിർവാഹമില്ല. ഉണ്ണിയുടെ അച്ഛൻ അനിലിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇതാണ് ഉണ്ണിയുടെ അച്ഛൻ അനില്. മകൻ ഒരുപാട് ഹൈറ്റ്സിൽ എത്തിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഉണ്ണി അടുത്ത പ്രാവശ്യം സ്റ്റേജ് ഷോയൊക്കെ നിർത്തിയിട്ട് വീട്ടിന് ചേരാൻ പോവുകയാണ്. ആഗ്രഹമാണ്. അടുത്തെവിടെയെങ്കിലും തിരുവനന്തപുരത്തോ വക്കലിയോ ആണെങ്കിൽ ഉണ്ണി പ്രോഗ്രാം വരും. ഇല്ലെന്നത് ആലപ്പുഴയാണ് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത്. അത് ബോധയുടെ പി ജിക്ക് പോയത്. ആലപ്പുഴയാണെങ്കിൽ ഉണ്ണി പ്രോഗ്രാമിന് വരില്ല എന്നാണ് പറയുന്നത്. ഉണ്ണിക്ക് നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ അഡ്മിഷൻ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പൊ ഉണ്ണി നമ്മുടെ വേദികളിൽ നിറസാന്നിധ്യമായിരിക്കും. ഓക്കെ ഉണ്ണി, താങ്ക് യു. അപ്പോ നമ്മള് ഉണ്ണിയുടെ സ്പോർട്സ് കണ്ടു.